ഹലോ, എല്ലാവർക്കും ഫാർമാടെക് യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മരുന്നുകളെക്കുറിച്ചാണ് നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. നാളുകളായി നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു വാർത്ത ഇതാ തെലങ്കാനയിൽ നിന്ന് വന്നിരിക്കുന്നു. വളരെ സന്തോഷം തോന്നി. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്ക് കടുത്ത ശിക്ഷ, പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരും പൊതുപ്രവർത്തകരും മാന്യമായ മറ്റ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായ വ്യക്തികൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവരുടെ വേതനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം തുക പിടിച്ച് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു നിയമം ഇതാ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കുന്ന തെലങ്കാനയിൽ പാസ്സാക്കിയിരിക്കുന്നു. അദ്ദേഹവുമായി രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായേക്കാം. അത് മറ്റൊരു വസ്തുത. പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന വളരെ പവിത്രമായ ഒരു കാര്യം നമുക്കെന്താണെന്ന് നോക്കിയാലോ. എംപ്ലോയീസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് മോണിറ്ററിംഗ് ഓഫ് പേരൻറ് സപ്പോർട്ട് ബിൽ 2026 എന്ന നിയമം കഴിഞ്ഞ മാസം അദ്ദേഹം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം പറയുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത വ്യക്തികൾ, അവർക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, നല്ല വരുമാന മാർഗമുണ്ട്, സർക്കാർ ജോലി ആയിക്കോട്ടെ, സ്വകാര്യ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിലും ജോലി ചെയ്യുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്ക് എതിരെയാണ് ഈ നിയമം പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്. അവർക്ക് ജില്ലാ കളക്ടർ മേലധികാരിയായിട്ടുള്ള സമിതിക്ക് പരാതിപ്പെടാം. ആ പരാതി ജില്ലാ കളക്ടർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ശമ്പളത്തിൽ നിന്ന് 15% പിടിക്കുകയോ അല്ലെങ്കിൽ 10,000 രൂപയോ, 15% അല്ലെങ്കിൽ 10,000 രൂപയോ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്ന പദ്ധതി. സാധാരണ ഇത് ബാധകമാകുന്നത് മാതാപിതാക്കളെ നോക്കാതെ മാറി താമസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാത്ത മക്കൾക്കാണ്. ഇതാദ്യം ഈ നിയമം ശരിക്കും പാസ്സാക്കിയത് തെലങ്കാനയല്ല, 2017 അസം സർക്കാർ ഈ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ദി അസം എംപ്ലോയീസ് പ്രണം എന്ന ഒരു നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ആസാമാണ്. അത് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പല മാതാപിതാക്കളും ഞങ്ങളുടെ ആശുപത്രി ജീവിതത്തിനിടയ്ക്ക് പല മാതാപിതാക്കളും ഒറ്റയ്ക്ക് വന്ന് കരയുന്നതായി കാണാറുണ്ട്. അവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാനില്ലാതെ അല്ലെങ്കിൽ ഒന്ന് കൂട്ടുവരാൻ പോലും ആളില്ലാതെ, മക്കളുണ്ട്, 7-8 മക്കളുണ്ട്, പക്ഷേ ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരാൻ പോലും ആളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ദിനേന കാണുന്നുണ്ട് ആശുപത്രി ജീവിതത്തിനിടയിൽ. പക്ഷേ ഇതൊക്കെ നല്ല തീരുമാനമാണ്. കേരള സർക്കാർ പ്രസ്തുത തീരുമാനം ചർച്ച ചെയ്തിരുന്നു, പക്ഷേ മുന്നോട്ട് പോയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ എത്രയോ വൃദ്ധസദനങ്ങളാണ് കൂടുന്നത്. നാം ചിന്തിച്ചിട്ടുണ്ടോ? എത്ര വൃദ്ധസദനങ്ങളാണ്. കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പണമുള്ളവർ മദ്യപിച്ചും അല്ലാതെയുമൊക്കെ കളഞ്ഞിട്ട് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാത്ത എത്ര മക്കളാണ് നമ്മുടെ കൂടെയുള്ളത്. പണമില്ലാത്തവരുടെ കാര്യമല്ല, വരുമാനമില്ലാത്തവരല്ല, വരുമാനമുണ്ടായിട്ട് പോലും അവർക്കൊരു സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറയാൻ പറ്റാത്ത എത്ര മക്കൾ. ഞാൻ പറയുന്നത് ഇതുപോലത്തെ നിയമങ്ങൾ രാജ്യത്ത് തന്നെ മൊത്തത്തിൽ കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് മാതാപിതാക്കൾ തനിച്ചാകുന്ന കേരളത്തിൽ ഈ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയമമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പല മക്കളും വിദേശ രാജ്യങ്ങളിലാണ്. അവർ മാതാപിതാക്കൾക്ക് പണം അയക്കുന്നോ ഇല്ലയോ എന്നറിയില്ല. അവർ ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിക്കുകയാണ്. പല മാതാപിതാക്കളുടെയും അവസ്ഥ ദയനീയതയാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കളോട് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക, ഇതൊക്കെ മക്കളെന്ന നിലയിൽ ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമായി നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇത്രയേറെ വൃദ്ധസദനങ്ങൾ നാം കേരളത്തിൽ കണ്ണോടിച്ച് എവിടെ നോക്കിയാലും വൃദ്ധസദനങ്ങൾ പെരുകുകയാണ്. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൊണ്ടാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ശക്തമായ നിയമത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇത് ചെറുപ്പം മുതലേ അവർക്ക് കൊടുക്കേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ മാതാപിതാക്കളോട് ഇഷ്ടം തോന്നുന്ന വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ ഒരു പോരാഴിക ഇതിനകത്ത് ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കാണാറുണ്ട്. ഇത് തികച്ചും
വളരെ രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്നു. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും ഇത് ഈ നിയമം ബാധകമാണ്. ദുഃഖിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു സന്തോഷ വാർത്തയായിക്കോട്ടെ. നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ അറിവുകൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ്. രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നാം ഓരോരുത്തരും, നാം ഇന്ന് യുവാക്കളാണെങ്കിൽ നാളെ നാമും പ്രായമേറിയ മാതാപിതാക്കളാകും. അപ്പോൾ നാം തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നാം പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും നന്ദി.